സർ, ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരിക്കൊണ്ട് ദർശനം നടത്തുന്നു. അതൊക്കെ ഇനി അവസാനിപ്പിച്ചുകൂടെ? മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞാണ്. ഇപ്പോൾ NS സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നു, പഴയ ആചാരങ്ങൾ മാറ്റാൻ എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തള്ളുകയല്ലേ ചെയ്തത്. ഇപ്പോൾ CPM വീണ്ടും ശബരിമലയ്ക്ക് ശേഷം കുഴപ്പത്തിലേക്ക് പോവാണോ? അതായത് സനാതനധർമ്മത്തിനെ പറ്റി പിണറായി വിജയന് എന്തെങ്കിലും ധാരണയുണ്ടെന്ന് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സനാതനധർമ്മം എന്ന് വെച്ചാൽ അത് ഈ പലരും ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയില്ലേ, അതെ, അതുമായിട്ട് കൂട്ടിക്കുഴക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ചാതുർവർണ്ണ്യം അല്ലേ? അതെ, ചാതുർവർണ്ണ്യം, പിന്നെ ഇതുപോലത്തെ സംഗതികൾ ഉണ്ടല്ലോ. ആ ചാതുർവർണ്ണ്യം തിരിച്ചു വരണം എന്ന ആഗ്രഹം ഉള്ള സമ്പ്രദായമാണ് സനാതനധർമ്മം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ അതിൻ്റെ പ്രയോക്താവായിട്ട് ചിത്രീകരിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഈ ചാതുർവർണ്ണ്യം ആണോ സനാതനധർമ്മം? ശ്രീനാരായണ ഗുരു പിന്തുടരുന്നത് സനാതനധർമ്മമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ആലോചിച്ചിട്ട് സനാതനധർമ്മം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ് പിണറായി വിജയനെ പോലൊരാൾ പെരുമാറേണ്ടിയിരുന്നത്. ഇത് പിണറായി വിജയനും മറ്റേ സ്റ്റാലിൻ്റെ മകനില്ലേ ഉദയനിധിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വന്നു. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണം, അതൊരു പകർച്ചവ്യാധിയാണ് എന്നാണ് പ്രസ്താവിച്ചത്. നമ്മുടെ തമിഴ്നാടിൻ്റെ ചിഹ്നം സുനിജ് കണ്ടിട്ടില്ലേ? ഒരു ഗോപുരമാണ്, ഒരു ക്ഷേത്ര ഗോപുരമാണ്. അത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണത്. വേറൊരു ഗോപുരമാണ് എന്ന് ആളുകൾക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, മദ്രാസ് കോളേജ് ഓഫ് അപ്ലൈഡ് ആർട്സിലെ മധുരയിൽ നിന്നുള്ള ഒരു ആർട്ട് പ്രൊഫസർ ആണ് ആ ഗോപുരം വരച്ചുണ്ടാക്കിയതുമൊക്കെ. അപ്പോൾ ഈ ആ ഗോപുരം ആ കാലത്ത് മറ്റേ മദ്രാസിൻ്റെ മുഖ്യമന്ത്രി നെഹ്റുവിനെ കാണിച്ചപ്പോൾ നെഹ്റുവിന് വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. നെഹ്റു സെക്കുലറാണല്ലോ, ഇത് സെക്കുലറിസത്തിന് ചേരുമോ എന്നൊക്കെ. പക്ഷെ അന്ന് അവർ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുമൊക്കെ തമിഴ്നാടിൻ്റെ ചിഹ്നം ഗോപുരം തന്നെയായിരിക്കണം, ക്ഷേത്ര ഗോപുരം അല്ലേ? നമ്മുടെ ചിഹ്നം ആനയാണ് അല്ലേ? ഇതും ക്ഷേത്രങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ നമ്മുടെ ആചാരം, നമ്മുടെ പൈതൃകം, ഇതൊക്കെ എന്താണ് എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് നമ്മൾ പ്രതീകങ്ങളും ബിംബങ്ങളും ഒക്കെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ സനാതനധർമ്മം നമ്മൾ ഉന്മൂലനം ചെയ്യണം, ആചാരങ്ങൾ നമ്മൾ ഉന്മൂലനം ചെയ്യണം. ഇപ്പോൾ ജി സുകുമാരൻ നായർ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ജി സുകുമാരൻ നായർ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമര്യാദകളുണ്ട്, ഓരോ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഓരോ വിശ്വാസങ്ങളുണ്ട്, അതനുസരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എല്ലാ ക്ഷേത്രത്തിലും ഷർട്ട് ധരിച്ച് നമുക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നത് ശരിയല്ല. അത് ഈ ശബരിമല കൊണ്ട് CPM പൊള്ളിയതാണ്. അതിൽ നിന്നും പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയുടെ സംഭവം എന്തായിരുന്നു? സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാമെന്ന് സുപ്രീം കോടതി വിധി വന്നു. പക്ഷേ ഇവിടെ ഹിന്ദുക്കൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശബരിമലയിലെ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പല അയ്യപ്പ ക്ഷേത്രങ്ങളിലുമൊക്കെ സ്ത്രീകൾക്ക് കയറാവുന്ന ക്ഷേത്രങ്ങളുമൊക്കെ ഉണ്ട്. ശബരിമലയിലെ ആചാര്യമര്യാദ അങ്ങനെയാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തുമ്പോൾ അതിന് അതിൻ്റേതായ രീതികളുണ്ട് ഇല്ലേ? തന്ത്രിമാരോട് ചോദിക്കണം. ഈ ദേവപ്രശ്നം, ഇങ്ങനെ പല ചിട്ടകളൊക്കെ ഉണ്ട് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത്
ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും തീരുമാനിക്കുന്നത് പോലെ അല്ല ഈ അമ്പലങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. വ്യത്യാസമാണത്. അതാണ് ഇന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ സാധാരണഗതിയിൽ പിണറായി വിജയനുമായിട്ട് എപ്പോഴും കൊമ്പ് കോർക്കുന്ന ഒരാളാണ് കെ സുധാകരൻ. പക്ഷെ കെ സുധാകരൻ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞതിനെ അനുകൂലിച്ചു. ഷർട്ടിട്ട് എല്ലായിടത്തും കയറാം. സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ വർണ്ണാശ്രമധർമ്മമായിട്ട് സുധാകരൻ തെറ്റിദ്ധരിച്ചു. ചാതുർവർണ്ണ്യം എന്നൊക്കെയാണ്. അതിൽ നിന്നൊക്കെ മാറേണ്ടതാണ്. സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യമൊന്നുമല്ല. അപ്പോൾ ഇതെന്താണെന്ന് വിവരമുള്ള ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ പ്രശ്നം മാറിയേനെ. അപ്പോൾ സതീശൻ തിരുത്തി, VD സതീശൻ തിരുത്തി. സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മമാണ്, ചാതുർവർണ്ണ്യമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് പിണറായി വിജയൻ BJPക്ക് മാത്രമായിട്ട് ചാർത്തി കൊടുക്കുകയാണ് ചെയ്തത്. അത് അപകടമാണ് എന്ന് VD സതീശൻ ഉടനെ ചൂണ്ടിക്കാണിച്ചു. സതീശന് ബുദ്ധി ഉണ്ടായി. എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന ആളാണല്ലോ സതീശൻ. സനാതനധർമ്മം ചാതുർവർണ്ണ്യമാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ പ്രശ്നം? ഗാന്ധി എവിടെ നിൽക്കും? സനാതനധർമ്മിയായ, സനാതനധർമ്മം ജീവിതത്തിൽ ഉടനീളം പുലർത്തിപ്പോന്ന, ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ഗാന്ധി എവിടെ പോകും? ഗാന്ധിയെ തിരസ്കരിക്കുകയല്ലേ? സനാതനധർമ്മം ശരിയല്ല എന്ന് കെ സുധാകരൻ പറയുമ്പോൾ സംഭവിക്കുന്നത് ഗാന്ധിയുടെ തിരസ്കാരമാണ്. ഇന്ത്യയുടെ സകല ശാസ്ത്രങ്ങളും ഒക്കെ നശിച്ചാലും ഉപനിഷത്തിലെ ഒരു വാചകം നിലനിന്നാൽ ഇന്ത്യയുടെ പൈതൃകം നിലനിൽക്കുന്നു പറഞ്ഞ ആളാണ് ഗാന്ധി. തേന തെക്തേന ഭുഞ്ചീത എന്നാണ്. നമ്മൾ ത്യജിച്ചുകൊണ്ട് മാത്രം ആഹരിക്കുക, അല്ലേ? നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതാണ്. ത്യജിക്കലാണ് ഏറ്റവും വലിയ കാര്യം, ത്യാഗമാണ് ഏറ്റവും വലിയ കാര്യം. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. തേന തെക്തേന ഭുഞ്ചീത. ഈ ശ്ലോകഭാഗം അല്ലെങ്കിൽ മന്ത്രഭാഗം ഉപനിഷത്ത് മന്ത്രമാണ്. അതുമാത്രം നമ്മുടെ മനസ്സിൽ നിന്നെങ്കിൽ നമ്മുടെ പൈതൃകം നിലനിൽക്കുന്നു പറഞ്ഞ ആളാണ് ഗാന്ധി. എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയെ, ഉപനിഷത്തുക്കളെ ഒക്കെ സ്വീകരിച്ച് അദ്ദേഹം ചാതുർവർണ്ണ്യത്തിനെതിരായിരുന്നു. അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ശ്രദ്ധാനന്ദ പറഞ്ഞ കാലത്ത്, ആര്യസമാജത്തിൻ്റെ നേതാവായ ശ്രദ്ധാനന്ദ അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ഭാഗമാക്കണം, പരിപാടികളുടെ ഭാഗമാക്കണം എന്ന് പറഞ്ഞ കാലത്ത് ഗാന്ധി അതാക്കിയിരുന്നില്ല. ശ്രദ്ധാനന്ദ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചൊക്കെ പോയി. പക്ഷെ എന്തായാലും അത് കാക്കിനഡ ഇതിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ഭാഗമായി പിന്നീട് വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞത് ഒന്നുമല്ല സനാതനധർമ്മം, സനാതന മൂല്യങ്ങളാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ആനി ബസന്റിന് ഈ സനാതന ധർമ്മത്തിനെ പറ്റി പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നത് ആനി ബസന്റാണ്. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അത് ബിരുദ പഠനത്തിന് പാഠപുസ്തകമായിരുന്നു. അതിപ്പോഴും നമുക്ക് നെറ്റിൽ വെറുതെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ് സനാതനധർമ്മം എന്ന് പറയുന്നത്? നമ്മൾ സനാതനധർമ്മത്തിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 മഹാകാവ്യങ്ങളിലൊക്കെ പറയുന്ന മഹാവാക്യങ്ങളിൽ ഒക്കെ പറയുന്നില്ലേ? പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി എന്നൊക്കെ പറയുന്നത് പോലെ ഗാന്ധി പറയുകയാണെങ്കിൽ തേന തെക്തേന ഭുഞ്ചീത. അത് ഇത്തരം മൂല്യങ്ങളുണ്ടല്ലോ, ഉപനിഷത്ത് മൂല്യങ്ങൾ, ഭാഗവതത്തിൽ പറയുന്ന ഇതൊക്കെ ധർമാധർമ്മ വിചാരങ്ങളാണ്. ഇതിൽ പറയുന്നത് മുഴുവൻ അങ്ങ് ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതല്ല. ആധുനിക കാലഘട്ടത്തിലേക്ക് കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. കുറേയൊക്കെ മാറ്റങ്ങൾ വരുമൊക്കെ ചെയ്യും. ആചാരങ്ങളൊക്കെ ഉണ്ടായി വരുന്നതാണ് പലതരത്തിൽ, ഇല്ലേ? ഇപ്പം തിരുനെല്ലിയിൽ പണ്ട് ഈ കല്ലിന്മേൽ കല്ലിങ്ങനെ കയറ്റി വയ്ക്കുന്ന ഒരു ആചാരം ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ കളിച്ച്
പിന്നെ ഇങ്ങനെ വെക്കുന്നതായിരുന്നു. വെക്കുന്നത് പിന്നെ ഒരു ആചാരമായിട്ടൊക്കെ അവിടെ സംഭവിച്ചതാണ്. പിന്നെ ആളുകൾ ഇപ്പോൾ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട് ആലുവയ്ക്കടുത്ത്. അവിടെ തേങ്ങ കെട്ടിവെക്കുന്നത് ഒരു ആചാരം അവിടെ ഉണ്ട്. നിങ്ങളുടെ അഭീഷ്ടങ്ങൾ മുഴുവൻ സാധിക്കും ഈ തേങ്ങ കെട്ടിവെച്ചാൽ. ഇത് തേങ്ങ കെട്ടിവെച്ചത് കൊണ്ട് അഭീഷ്ടം സാധിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് എപ്പോഴും ഓർക്കും, ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു പ്രചോദനമായിക്കൊണ്ടിരിക്കും. അതെ, ഒരു പോസിറ്റീവ് എനർജി അല്ലെ നമുക്ക് ചെയ്യാനുള്ള. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമെങ്കിലും കുറച്ച് സാത്വിക ഭാവം കൈവരിക്കും. കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഈ തിന്മ അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം, അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങ കെട്ടിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തേങ്ങ കെട്ടിവെക്കുകയെന്നിരിക്കട്ടെ. ആ ഓർമ്മയുള്ളത് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കുറേ ഒരുക്കങ്ങൾ തന്നെത്താനെ നടത്തും. ഒരാൾ വീട് പണി ഇങ്ങനത്തെ കാര്യങ്ങൾ ചില തടസ്സങ്ങളൊക്കെ നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിന് പകരമാണ് നമ്മൾ പൊതുവെ ഗുരുക്കന്മാരെയാണ് നമ്മൾ സ്വീകരിക്കുക. ഇതാണല്ലോ നമ്മുടെ പൈതൃക. പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും പോവുക തന്നെയൊക്കെ വേണം. അസുഖമുള്ള ആളുകളൊക്കെ ഡോക്ടറെ അടുത്ത് പോലും ചികിത്സിക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ പൈതൃകത്തിൽ ഇങ്ങനെയുണ്ടല്ലോ ഗുരുക്കന്മാരുടെ ഉപദേശം തേടുക എന്നുള്ളത്. അതാണ് നമ്മൾ നമ്മുടെ ആചാര മര്യാദയായിട്ടൊക്കെ പറയുന്നത്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി വിവരമുള്ള ആളുകൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ്. സാർ, ഒരു സംശയം ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ വന്നപ്പോൾ NSS ആണ് പരസ്യമായിട്ട് ആദ്യം രംഗത്ത് വരികയും നാമജപ ഘോഷയാത്ര അങ്ങനെയാണ് സംഘടിപ്പിച്ചത് അല്ലേ. വലിയ പക്ഷേ റോഡുകളൊക്കെ നിറഞ്ഞ് തിരുവനന്തപുരത്തും പന്തളത്തും ഒക്കെ അടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അതുപോലെ ഈ ഒരു കാര്യത്തിൽ NSS ആണ് നിലപാട് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു ആചാരമല്ലേ. അപ്പോൾ NSSൻ്റെ ഈ ഒരു രംഗപ്രവേശനം ശരിക്കും CPM-നെ കുഴപ്പത്തിലാക്കില്ലേ? കാരണം ഇന്ന് രമേശ് ചെന്നിത്തല ആ യോഗത്തിൽ പങ്കെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ ഈ ശിവഗിരി തീർത്ഥാടനം നമ്മുടെ വത്തിക്കാനിൽ പോയ സ്വാമി സച്ചിദാനന്ദയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മാർക്സിസ്റ്റ് സമ്മേളനം ആയിരുന്നു അത്. അപ്പോൾ സച്ചിദാനന്ദയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഈ ഷർട്ടിട്ടും പ്രവേശനം ആകാം എന്നുള്ളതൊക്കെ. അങ്ങനെയാണെങ്കിൽ ശിവഗിരിയിലും പല മാറ്റങ്ങളും ഒക്കെ വരുത്താമല്ലോ. അവിടെ സ്ത്രീകളെ മഠാധിപതികളൊക്കെ ആക്കുന്ന വിധത്തിലുമൊക്കെ ഒരുപാട് കൂടുതൽ സ്വാമിനിമാരെയൊക്കെ എടുക്കാം. എന്തിനാണ് ഈ പുരുഷന്മാർ മാത്രമായിട്ട്? അവിടെ വിരലിലെണ്ണാവുന്ന സ്വാമിനിമാരല്ലേ ഉള്ളൂ. 19 പുരുഷ സ്വാമിമാരുണ്ട് അവിടെ. സ്ത്രീകൾക്ക് കൂടുതൽ അവിടെ മറ്റേ വേദപഠനത്തിനൊക്കെ സ്ത്രീകൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ട് കൂടുതൽ ആളുകളൊക്കെ എടുക്കുക. സ്ത്രീകൾ അടുത്ത മഠാധിപതിയായിട്ടെങ്കിലും ഇല്ലെങ്കിൽ ഒരു രണ്ട് തവണയെങ്കിലും കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയെ മഠാധിപതിയാക്കുന്ന സ്വാമി സച്ചിദാനന്ദ പ്രഖ്യാപിക്കുക. ഇതൊക്കെ ആകുമ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റവും പുരോഗമനമായിട്ടൊക്കെ നമുക്ക് കരുതാം. അദ്ദേഹം പറഞ്ഞതിനോട് കൂടി ചേരുന്നിട്ട് പിന്നെ മറ്റേ പിണറായി വിജയൻ പറയുകയാണ് ഈ ഗോക്കളെയും ബ്രാഹ്മണരെയൊക്കെ പൂജിക്കുക, ഇതൊക്കെയാണ് സനാതനധർമ്മം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, മറ്റേ ബ്രാഹ്മണർക്കും ഗോക്കൾക്കും മറ്റേ പൂജ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഈ ബ്രാഹ്മണർക്കും ഗോക്കൾക്കും പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റർ നിവേദിത ഈ പുറത്തുനിന്ന് വന്നവരാണല്ലോ. അവർ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഗോവിനെ പൂജിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ സമ്പൂർണ്ണ കൃതികളിലുണ്ട്. കാരണം അത് ആ കാലത്ത് ഗോക്കളെ വളർത്തിയിട്ടാണ് ആളുകൾ ജീവിച്ചു പോകുന്നത് അല്ലേ. എന്തൊരു ഗുണമാണ് പശുവിനെ ഗോമാതാവായിട്ട് കാണുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണർ ആ കാലത്ത് എന്താണ്, പിച്ച തെണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ബ്രാഹ്മണർ വേറെ ജോലി ചെയ്യുന്നില്ലല്ലോ, അവർ ഭരിക്കുന്നില്ല, അവർ അധികാര സ്ഥാനങ്ങളിലില്ല. രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ ഉഞ്ചവൃത്തി എന്നാണ് പറയുക. ഒരാൾ സന്യാസിയാവുമ്പോൾ അയൽപക്കത്തും എല്ലായിടത്തും ഒക്കെ പോയി അതിനാണല്ലോ ഭിക്ഷാപാത്രമുള്ളത്. മറ്റുള്ളവരെ പോലെയല്ലോ, ഒറ്റ വസ്ത്രമല്ലേ ഉള്ളൂ. ഭിക്ഷാപാത്രമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ കാലത്ത് അവരെയും കൂടി പിച്ചക്കാരെയും കൂടി സംരക്ഷിക്കൂ എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ ആ സംസ്കൃത വാചകത്തിൻ്റെ അർത്ഥം. അല്ലാതെ അന്ന് ബ്രാഹ്മണർ ഈ രാജ്യം ഭരിച്ചിരുന്നവരൊന്നും അല്ല, ഒരു കാലത്തും അല്ല. വളരെ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ ഒരു നമ്പൂതിരി രാജവംശം ഒരു ചെറിയ സ്ഥലത്തുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ
ബ്രാഹ്മണരൊക്കെ പൊതുവെ ഈ ചെറിയ ജീവിതം, ലളിത ജീവിതം, അതുകൊണ്ടാണല്ലോ സുധാമാവ് നമ്മുടെ ശ്രീകൃഷ്ണന്റെ സഹപാഠിയായിരുന്ന കുചേലൻ, സുധാമാവ് എന്ന് പറയും. കുചേലൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലേ? അതെ, ശ്രീകൃഷ്ണൻ അങ്ങനെയായിട്ടും. പിന്നെ ശ്രീകൃഷ്ണൻ കുചേലനെ കാണാൻ പോകുന്നതൊക്കെയാണല്ലോ മഹത്വമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും അങ്ങനെയല്ലേ, യാചകനായിട്ട് തന്നെയല്ലേ കഴിയുന്നത്. പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ആ കാലത്ത് നിന്നുള്ളൊരു ശ്ലോകഭാഗം ഉദ്ധരിക്കുമ്പോൾ ആ കാലം കൂടി ഓർക്കണം. അതെ, മാർക്സിസം പറയുമ്പോൾ പ്രാഗ് മാർക്സിസം എന്ന് പറഞ്ഞൊരു പ്രയോഗം കൂടിയുണ്ട്. പ്രാചീന സമുദായങ്ങളെ സംബന്ധിച്ച് ആദിവാസി സമൂഹങ്ങൾക്ക് ജീവിച്ചിരുന്ന കാലത്തും മാർക്സിസം ഉണ്ടായിരുന്നു. പ്രാഗ് മാർക്സിസം എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. അതെന്തെങ്കിലും ആകട്ടെ. ഇപ്പോൾ അന്ന് വെള്ളാപ്പള്ളി നടേശൻ ശിവഗിരിയിൽ സനാതനധർമ്മം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായിട്ട് നമ്മളെല്ലാത്തിലെയും ദൈവത്തിലെ കാണുന്നതാണ് സനാതനധർമ്മം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തൂണിലും തുരുമ്പിലും എന്ന് പറയില്ലേ നമ്മൾ? മറ്റേ നരസിംഹാവതാരത്തിൻ്റെ ഒക്കെ സമയത്തൊക്കെ, പ്രഹ്ലാദൻ്റെ ഒക്കെ നമ്മൾ പറയില്ലേ? പ്രഹ്ലാദ കീർത്തനമൊക്കെ പണ്ട് പി ഗോവിന്ദപിള്ളയൊക്കെ വായിച്ചിരുന്നതല്ലേ, മറ്റേ ഭാഗവതത്തിലുമൊക്കെ. അപ്പം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ള വിശ്വാസമൊക്കെയാണ് ഈ സനാതനധർമ്മത്തിൻ്റെയൊക്കെ ഭാഗമൊക്കെ ആയിട്ട് വരിക. നന്മ ചെയ്ത് നീ സ്വയം ഈശ്വരനാകുക എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അല്ലേ? നല്ലത് ചെയ്ത് തിന്മ ആലോചിക്കാതിരിക്കുക, പക ആലോചിക്കാതിരിക്കുക. പക്ഷെ മാർക്സിസത്തിൽ ഇതേ ഉള്ളൂ. കാരണം മാനവ കുലത്തിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ് ചെയ്തത് മാർക്സിസം. അടിമയെന്നും ഉടമയെന്നും, മുതലാളിയെന്നും തൊഴിലാളിയെന്നും. മനുഷ്യനായിട്ടല്ല കണ്ടത്, മനുഷ്യനെ രണ്ടാക്കി. അപ്പം തന്നെ തിന്മയാണല്ലോ അത്. മനുഷ്യകുലം ഒന്നല്ലേ? അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു കാലത്തും മുതലാളിയായിരുന്ന ആൾ നാളെ പിച്ചക്കാരനായി എന്നൊക്കെ വരും. അയാൾ സ്ഥിരം മുതലാളിയല്ല, തൊഴിലാളി സ്ഥിരം അല്ല. കേരളത്തിൽ എത്രയോ മാർക്സിസ്റ്റുകൾ ബൂർഷകളായി ഇല്ലേ, ഭരണം കയ്യിൽ കിട്ടിയപ്പോഴും ഒക്കെ. അപ്പം അതുകൊണ്ട് സനാതനധർമ്മം എന്താണെന്ന് പിണറായി വിജയൻ അറിയില്ല. സുകുമാരൻ നായർക്ക് അത് അറിയാം വൃത്തിയായിട്ട്. അതാണ് മുമ്പ് ശബരിമല പ്രശ്നം വന്നപ്പോൾ NSSൻ്റെ ഇടപെടലാണ് അതിനൊരു പ്രക്ഷോഭമായിട്ട് വളർത്തിയത്. ഇനിയൊരു പ്രക്ഷോഭം വിവരദോഷം കൊണ്ട് പിണറായി വിജയന് വേണമെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ അത് കൊടുത്തോളും എന്നുള്ളതാണ് ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സമയം ഉണ്ടല്ലോ. അവസാനം കാലത്തെങ്കിലും ഗൗരിയമ്മ മറ്റേ മഹാഭാരതമൊക്കെ വായിച്ചിരുന്നല്ലോ, ശ്രീകൃഷ്ണനെയൊക്കെ ഭജിച്ചിരുന്നില്ലേ? അതുപോലെ തിരുവനന്തപുരത്ത് നല്ല പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. സനാതനധർമ്മം എന്താണെന്ന് പിണറായി വിജയൻ പഠിക്കുന്നത് ഭരണത്തിനും നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.